മക്കളെ, സോ +1 ക്ലാസ്സിലേക്കൊക്കെ പ്രവേശിച്ച് നമ്മളിതാ ചാപ്റ്ററൊക്കെ അങ്ങനെ അതിഗംഭീരമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മാത്തമാറ്റിക്സിലേക്ക് പറയുവാണെങ്കിൽ മക്കൾ എന്ത് ചെയ്തു, സെറ്റ്സ് പഠിച്ചു, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം ഉണ്ടാവും അല്ലെ, ഇപ്പോൾ 10th വരെ പഠിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊന്നും അല്ല ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. NCERT ബുക്ക് മുതൽ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ അതുവരെ മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ അവിടെയും മാറ്റങ്ങൾ ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പകുതിയോടുകൂടെ, ഈ ഒരു അക്കാദമിക് ഒരു പകുതിയോടുകൂടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ട്രാക്കിലേക്ക് വരുന്നുണ്ട്. എന്നാലും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ബോർഡ് എക്സാമിലേക്കായിരിക്കും അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി എഴുതാൻ വേണ്ടി പോകുന്ന ബോർഡ് എക്സാം അത് +1-ൻ്റെതാണ്. സോ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഓണം എക്സാം. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയാം. അതായത് മക്കളെ, നിങ്ങളൊരു ഓണം എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അതായത് കഴിഞ്ഞ ബോർഡ് എക്സാമിൻ്റെ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത്രയും വർഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ഇത്തവണ വരുന്ന പാറ്റേണിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരാം. മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എങ്ങോട്ടേക്കാണ്, പ്രിപ്പറേഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കാര്യം NCERT ബുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സാം എത്രത്തോളം ടഫ് ആക്കുമെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും, എക്സാം ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ കൂടെ NCERT ബുക്കിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാറില്ല, ഒന്നും ചോദിക്കാറില്ല. സോ നിങ്ങൾ NCERT ആണോ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് പറയേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, NCERT കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കണം, ഇത്ര സബ്ജക്റ്റ് ഇതിനായിട്ട് മാറ്റി വെക്കണം, ഈ ചാപ്റ്റർ ഇപ്പോൾ പഠിക്കണം, അങ്ങനെ നമുക്ക് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നമുക്ക് അറിയില്ല. അങ്ങനെയാണ് ഭൂരിഭാഗം പേര്. അപ്പോൾ നമ്മൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് 1 by 1 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചാപ്റ്റർ വൈസ് എക്സാം കഴിയുന്നു, DPPs പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത്ര ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ശ്രദ്ധിക്കേണ്ട ഒരു ഇയർ തന്നെയാണ് +1 എന്ന് പറയുന്നത്. ഇതൊരു ചുമ്മാ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കാര്യം മാത്രമല്ല, ഇനി നിങ്ങൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിലേക്ക് നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് +2 മാത്രമല്ല സിലബസ് വരുന്നത്, +1 +2 ആണ് സിലബസ്. ഇനി നിങ്ങൾ +2ലേക്ക് വരുമ്പോൾ പോലും നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്ന +1 മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചില്ലേ, ഇതേ ചാപ്റ്റർ എവിടെ ഉണ്ട്, +2ൽ പഠിക്കാനുണ്ട്. സോ അത്രയും സ്ട്രോങ് ആയിട്ട് മക്കൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്ലാസ് തന്നെയാണ് +1. നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിലുള്ള ബേസ് എവിടെയാണുള്ളത്, +1ലാണ്. സോ മക്കൾ എപ്പോഴും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇനി ഫോളോ ചെയ്യാനുണ്ട്, ബോർഡ് എക്സാമിൽ എങ്ങനെയാണ് ഫുൾ മാർക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഓണം എക്സാം എങ്ങനെ നേരിടും, അങ്ങനെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, എല്ലായിടത്തും പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതിങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ, അങ്ങനെ ചോദിക്കാനൊക്കെ നമുക്കൊരു ഓപ്ഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി മക്കളെ, നിങ്ങൾക്കായിട്ട് സൈലം ഇതാ ഒരു ഫ്രീ വെബിനാർ നടത്താൻ വേണ്ടി പോവുകയാണ്. 100% ഫ്രീ വെബിനാറാണ്, നിങ്ങൾക്ക് മാത്രമായിട്ടാണ്. സോ മക്കളാരും മറക്കാതെ ജൂലൈ 13-ാം തീയതി രാത്രി 7:30 വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന QR കോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വരിക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അവിടെ കാണാം. നല്ലോണം പഠിക്കുക എല്ലാവരും. ആൻഡ് അഗ്നി ബാച്ചിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കൂടെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.